20 അടിയോളം ആഴമുള്ള ആ വലിയ കിണറിലെ കുടിവെള്ളത്തിൽ ആർക്കും വേണ്ടാത്ത ആ ജീവി ദൈവത്തെ വിളിച്ച് അതിൻ്റെ ജീവന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചു. നമ്മൾ വിശ്വസിക്കുന്ന ദൈവങ്ങളൊന്നും ആയിരിക്കില്ല ഒരുപക്ഷെ അത് പ്രാർത്ഥിച്ചത്, അവരെയൊന്നും അവർക്കറിയില്ലല്ലോ. പക്ഷെ അവരെയും സൃഷ്ടിച്ച ഒരു ദൈവം തന്നെയായിരിക്കും. ഈ ഭൂമി ആരുടെയും സ്വന്തമല്ല, ഇവിടെ വെറും വാടകക്കാരാണ് നമ്മളൊക്കെ. ദൈവം സൃഷ്ടിച്ച ഈ ജീവികളെ കൊന്നെടുക്കാൻ കോടതി കയറി ഇറങ്ങുന്നവർക്കും ഇവറ്റകളെ ദിനം പ്രതി ദ്രോഹിച്ച് മാട്ടിപ്പായിച്ച് മെച്ചില് പോലും കൊടുക്കാതെ എറിഞ്ഞകറ്റുന്നവർക്കും വിശന്നു വരുന്ന അവയ്ക്ക് ഭക്ഷണത്തിൽ വിഷം വെച്ച് കൊന്നും രസിക്കുന്ന പലർക്കും ഈ കാഴ്ച ദഹിക്കുന്നുണ്ടായിരിക്കില്ല. പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ ആ മിണ്ടാപ്രാണി ഒരു സഹായവും ലഭിക്കാതെ ആ കിണറ്റിൽ കിടന്ന് ചാവരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് രാത്രിയായിട്ടും അവർ വിളിച്ചപ്പോൾ ഞാൻ ഓടിപ്പോയത്. ഒരുപാട് ദൂരത്തേക്ക് ഞങ്ങൾ ഓടിയെത്തുന്നത് വരെ ആ പൈപ്പിൽ കടിച്ചു പിടിച്ചത് ജീവന് വേണ്ടി പോരാടി നിന്നു. ആ ഇരുട്ടിലും നിമിഷങ്ങൾക്കുള്ളിൽ ഞങ്ങൾ ഇട്ട് കൊടുത്ത കുരുക്കിൽ അത് കുടുങ്ങി. അതിനെ വലിച്ചു കയറ്റിയപ്പോൾ ചുറ്റും കൂടി നിന്ന് പലരും പേടിച്ചു മാറി. പക്ഷെ ആദ്യമായി കണ്ട ഞങ്ങളോട് ആ ജീവി കാണിക്കുന്ന സ്നേഹം നിങ്ങൾക്ക് കാണാമല്ലോ. വെറുക്കുന്നവർക്ക് വെറുക്കാം, ദ്രോഹിക്കുന്നവർക്ക് ദ്രോഹിക്കാം, സ്നേഹിക്കുന്നവർക്ക് അതുപോലെ സ്നേഹിക്കാൻ അവകാശമുണ്ടാകും. ചില മനുഷ്യർക്ക് ഇതൊക്കെ ഒരു തെറ്റായിട്ട് തോന്നാം, പക്ഷെ ദൈവത്തിൻ്റെ കണ്ണിൽ ഇതായിരിക്കും ശരി.